ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ആവർത്തന ഗുണം എന്ന് പറയുന്ന എട്ടാമത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. ഫസ്റ്റ് വീഡിയോ ഓൾറെഡി മിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നന്നായിട്ട് കണ്ട ശേഷം മാത്രം എന്ത് ചെയ്യുക, സെക്കൻഡ് വീഡിയോ കാണുക കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നമ്മൾ ഭിന്നകൃതികൾ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. വശങ്ങളുടെ നീളം 4 മീറ്ററായ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എത്ര മീറ്ററാണ് നോക്കിക്കേ, 4 മീറ്ററാണ്. എത്രയാണ്? 4 മീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മൾ സമചതുരത്തിൻ്റെ പരപ്പളവ് എങ്ങനെയായിരുന്നു കാണുന്നത്? 4 × 4 ചെയ്താൽ മതി അല്ലേ. 4 × 4 വശം ഇൻറ്റു വശം ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 16 മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇനി ചോദിച്ചിട്ടുണ്ട് വശങ്ങളുടെ നീളം 1/4 മീറ്റർ ആയാലോ. അപ്പോൾ എത്രയായി? 1/4 മീറ്റർ ആയില്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ 1/4 ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 1/4 × 1/4 ആണ്. ശരിയല്ലേ. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, 1/4 ഓൾ സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ. എങ്ങനെ എഴുതാം? 1/4 ഓൾ സ്ക്വയർ എന്ന് എഴുതാം. ഈ ഓൾ സ്ക്വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ 2 എന്നത് കണ്ടതുകൊണ്ട് തന്നെ 1/4നെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കണം. റെഡിയാണോ? 1/4 നമ്മൾ എത്ര പ്രാവശ്യം എഴുതി ഗുണിക്കണം? 2 പ്രാവശ്യം. ഇനി നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേ. 1 × 1 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1 തന്നെയാണ്. ശരിയല്ലേ. ഇനി 4 × 4 ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര എഴുതാം? 1/16 എന്ന് എഴുതാം. 1 എത്ര എഴുതാം? 16 എന്ന് എഴുതാം കേട്ടോ. അതിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/16 എന്ന് നമുക്കിവിടെ എഴുതാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത് എന്താ ചെയ്യുന്നത്? വശങ്ങളുടെ നീളം x ആയ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, ഒരു സമചതുരത്തിൻ്റെ പരപ്പളവ് കാണുന്ന ഇക്വേഷൻ എന്തായിരുന്നു? വശം ഇൻറ്റു വശമാണ് അല്ലേ. അപ്പോൾ നീളം എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞേക്കുന്നത്? എക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? x × x ചെയ്താൽ മതി അല്ലേ. അപ്പോൾ x × x എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സ് സ്ക്വയർ ആണ് കേട്ടോ. x × x എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ മക്കളെ ഇതൊക്കെ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇനി അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ദശാംശ രൂപത്തിലാണ് നമ്മുടെ വശങ്ങളുടെ നീളം എത്രയാണ് പറഞ്ഞേക്കുന്നത്? 0.25 മീറ്റർ ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് സമചതുരത്തിൻ്റെ പരപ്പളവ് എങ്ങനെയാണ് കണ്ടുവെക്കണം കേട്ടോ മക്കളെ. പരപ്പളവ് എങ്ങനെയാണ് കാണുന്നത്? 0.25ൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. ശരിയാണോ? 0.25ൻ്റെ എന്ത് കണ്ടാൽ മതി? സ്ക്വയർ കണ്ടാൽ മതി. അപ്പോൾ ഇത് മിസ് എങ്ങനെയാണെന്ന് കറക്റ്റ് പറഞ്ഞുതരാം. നന്നായി 0.25ൻ്റെ സ്ക്വയർ എത്രയാണ് എന്നാണ് നെക്സ്റ്റ് നമുക്ക് കണക്കാക്കേണ്ടത് കേട്ടോ. അപ്പോൾ 0.25ൻ്റെ സ്ക്വയർ കണക്കാക്കുന്നത് 0.25നെ 2 പ്രാവശ്യം ഗുണിക്കുക എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ 25നെ 25 കൊണ്ട് നമുക്ക് ഗുണിച്ചു കഴിഞ്ഞാൽ 625 എന്ന് കിട്ടും. ശരിയാണോ? ഇനി അടുത്ത കാര്യം എന്താ വെച്ചാൽ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പേരുണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2 പേരുണ്ട്. ശരിയല്ലേ. ഇവിടെയും എത്ര പേരുണ്ട്? 2 പേരുണ്ട്. 2 പേരെന്ന് പറയുമ്പോൾ എത്ര പേരായിട്ട് ടോട്ടൽ എത്ര പേരായിട്ട് മാറി? 4 പേരായിട്ട് മാറി കേട്ടോ. ഇനി അടുത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ വലത്തെ സൈഡിൽ നിന്ന് 4 പേരെ മാറ്റി കുത്തിടണം ആൻസറിൽ കേട്ടോ. അപ്പോൾ വലത്ത് നമ്മൾ നോക്കുമ്പോൾ 1, 2, 3 പേരായി. 4 പേര് അവിടെ ഉണ്ടോ? ഇല്ല കേട്ടോ. അപ്പോൾ 4 പേരാക്കാൻ നമ്മുടെ വക ഒരു 0 ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒരു പോയിന്റും ഒരു 0യും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി കേട്ടോ. അപ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്? 0.065 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അടുത്ത എന്താണ്? 1/2 സമചതുരക്കട്ടയുടെ വ്യാപ്തം കണക്കാക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ വ്യാപ്തം കണക്കാക്കാൻ എന്താണ്? നീളത്തിൻ്റെ ക്യൂബാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നീളത്തിൻ്റെ എന്താ ചെയ്യുന്നത്? ക്യൂബ്. എന്താ ക്യൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 1/2 ആണ് നീളം എന്ന് പറയുന്നത്. ക്യൂബ് എന്ന് വെച്ചാൽ ഇവിടെ 3 ഇട്ടിട്ടുണ്ടാവും കേട്ടോ. 3 വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 1/2നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്നതുകൊണ്ടാണ് അവിടെ അർത്ഥമാക്കുന്നത് കേട്ടോ. അപ്പോൾ 1/2 × 1/2 × 1/2 എങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇത് 3 പ്രാവശ്യം ഗുണിക്കുക. അങ്ങനെ ഷോർട്ടാക്കി എഴുതാം. 1/2 ഓൾ ക്യൂബ് എന്ന് എഴുതാം കേട്ടോ. 1/2 എന്താ എഴുതേണ്ടത്? ഓൾ ക്യൂബ്. ഇനി നെക്സ്റ്റ് അടുത്ത് വേറെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. വക്കുകളുടെ നീളം 0.5 ഇത്രയാണ് പറഞ്ഞേക്കുന്നത്. 0.5 ആയ സമചതുരക്കട്ടയുടെ വ്യാപ്തം കണക്കാക്കുക. എന്ത് ചെയ്താൽ മതി? 0.5നെ 3 പ്രാവശ്യം എഴുതി അങ്ങോട്ട് ഗുണിച്ചാൽ മതി കേട്ടോ. അപ്പം 3 പ്രാവശ്യം എഴുതി ഗുണിക്കുമ്പോൾ എത്രയാണ്? 5നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 25 എന്നാണ് കിട്ടുന്നത് അല്ലേ. 25നെ വീണ്ടും 5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്രയാണ്? 125 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു മക്കളെ. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പേരുണ്ടെന്ന് എണ്ണ? 1, 2, 3 പേരാണ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയത് 125 ആണ്. അപ്പോൾ വലത്ത് നിന്ന് ഇങ്ങോട്ട് എണ്ണുക. 1, 2, 3 പേരെ മാറ്റിയിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് എന്തിട്ട് കൊടുത്താൽ മതി? 0 അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആൻസറിലോട്ട് നമ്മൾ അങ്ങോട്ട് എത്തും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഓക്കെ, നെക്സ്റ്റ് അടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാ
വക്കുകളുടെ നീളം എക്സ് ആയ സമചതുരക്കട്ടയുടെ വ്യാപ്തം എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് ക്യൂബ് ആയിരിക്കും കേട്ടോ. എക്സിനെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. എക്സിന് 3 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? എക്സ് ക്യൂബ് എന്ന് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ വക്കിലെ എല്ലാം നീളം 2 1/4 മീറ്റർ ആയ സമചതുരക്കട്ടയുടെ വ്യാപ്തം എത്രയാണ്? ഇത് ഒരു മിശ്ര ഭിന്നമാണ് കേട്ടോ. ഈ സാധനം എന്താണ്? ഒരു മിശ്ര ഭിന്നമാണ്. ഈ ഭിന്നത്തിനെ നമ്മൾ എന്താക്കണം? സാധാ ഭിന്നത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം കേട്ടോ. അപ്പം നോക്കിക്കേ, 2 1/4 എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? മിശ്രഭിന്നം നമുക്ക് തന്നിരിക്കുന്ന വക്കിൻ്റെ നീളം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സമചതുരക്കട്ടയുടെ വ്യാപ്തം കണക്കാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ക്യൂബ് കണ്ടുപിടിച്ചാൽ മതി. ഇതിൻ്റെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ക്യൂബ്. അപ്പോൾ ഇങ്ങനെ ചെയ്തു പോകാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സാധനത്തിന് നമ്മൾ സാധാ ഭിന്നസംഖ്യയിലേക്ക് മാറ്റണം. മിശ്രഭിന്നത്തെ നമ്മൾ എന്ത് ചെയ്യണം? സാധാ ഭിന്നസംഖ്യയിലേക്ക് മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് കേട്ടോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2നെ 4 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. ഈ 2ഉം ഈ സംഖ്യ കൂടെ ഇൻഡ്യൂ ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 2 × 4 എന്ന് പറയുന്നത് 8 ആണ് അല്ലേ. ആ 8ന് ഈ മുകളിൽ കിടക്കുന്ന 1 കൊണ്ട് പ്ലസ് ചെയ്യുക. മുകളിൽ കിടക്കുന്ന സംഖ്യ കൊണ്ട് എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 9. ഇനി ബൈ ഇട്ട് താഴെ കിടക്കുന്ന സംഖ്യ ചെയ്താൽ കേട്ടോ. അപ്പോൾ 9 എത്രയാണ്? 4 ആണ് കേട്ടോ. ഇതിൻ്റെ എന്ത് ചെയ്താൽ മതി? ക്യൂബ് കണ്ടു കഴിഞ്ഞാൽ സമചതുരക്കട്ടയുടെ വ്യാപ്തം കാണും. ക്യൂബ് കാണാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിന് 3 പ്രാവശ്യം എഴുതി ഗുണിക്കാന്നല്ലേ. അപ്പോൾ എങ്ങനെ വരും? 9/4 × 9/4 × 9/4 എന്ന് വരും. ശരിയല്ലേ? ഇനി ഈ 3 9നെ കൂടെ തമ്മിൽ ഗുണിക്കുക. 3 9നെ കൂടെ തമ്മിൽ ഗുണിച്ചാൽ 729 ഈ 4ന് 3 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ എത്ര കിട്ടുന്നത്? 64 എന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ വ്യാപ്തം എന്ന് പറയുന്നത് എത്രയാണ്? 729/64 ആണ്. ഹരണഫലവും മിച്ചവും പിരിച്ചെഴുതി ഇങ്ങനെ കണക്കാക്കാം. അപ്പം നമ്മൾ ഹരണഫലവും മിച്ചവും എന്ത് ചെയ്തു? പിരിച്ചെഴുതി. ഈ ആൻസർ എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ, അപ്പം നമ്മൾ 729നെ എന്ത് ചെയ്താൽ മതി? 729നെ നമുക്ക് എന്ത് ചെയ്യാം? 729നെ 64 കൊണ്ട് ഹരിക്കുക കേട്ടോ. അപ്പോൾ 64 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 11 ആണ്. അപ്പോൾ ആ 11 ആദ്യം എഴുതുക. ഇനി നെക്സ്റ്റ് ഇവിടെ സിസ്റ്റം വരുന്നത് എത്രയാണ്? 25 ആണ്. 25 മുകളിൽ എഴുതിയിട്ട് ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ താഴെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 11 25/64 എന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ എത്ര കിട്ടുന്നത്? 11.390625 എന്നിങ്ങനെ പോവുകയും ചെയ്യും കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകാം കേട്ടോ. അടുത്ത് എന്താ നോക്കിക്കേ, 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. ഇത് നന്നായിട്ട് നോക്കി വെക്കണേ. നമുക്ക് മുന്നോട്ടൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. 100 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 10⁻². 10⁻² എന്നും കണക്കാക്കാം. 10⁻² എന്ന് വെച്ചാൽ എന്താണ്? 10 × 10 ആണ് അല്ലേ. ഇനി അടുത്തത് ഒരു ഘനമീറ്റർ. ഒരു ഘനമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? 100നെ 3 പ്രാവശ്യം ഗുണിച്ച് കഴിഞ്ഞാൽ ഒരു ഘനമീറ്റർ ആയിട്ട് മാറി. റെഡിയാ? ഒരു ഘന സെൻറ്റിമീറ്റർ ആയിട്ട് മാറി. ഒരു ഘനമീറ്റർ എന്ന് പറയുന്നത് 100നെ 3 പ്രാവശ്യം ഗുണിച്ചതിൻ്റെ ഘന സെൻറ്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഒരു ഘനമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അത് 10⁻⁶ എത്രയാണ്? 6 ആണ്. 10നെ 6 പ്രാവശ്യം എഴുതി ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഖ്യ കിട്ടും എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്താണ്? അതിൻ്റെ സംഖ്യയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തത് 2ൻ്റെ സ്ക്വയർ. 2ൻ്റെ സ്ക്വയർ 2 × 2 4 ആണ് അല്ലേ. അപ്പം 2ൻ്റെ ക്യൂബ് എത്രയാണ്? 4 × 2. അങ്ങനെ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? 2ൻ്റെ കുറേ കൃതികൾ കൃത്യമായി ഈ കണക്കാക്കാൻ വിഷമമില്ല. ശരിയാണല്ലേ? 2 കൃതികൾ നമുക്ക് കൃത്യമായിട്ട് കണക്കാക്കാൻ വിഷമമില്ല. ഇത് ഉപയോഗിച്ച് 1/2ൻ്റെ കൃതികൾ പെട്ടെന്ന് എഴുതാമല്ലോ. അപ്പോൾ 1/2 കൃതികൾ പെട്ടെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് എഴുതുന്നത് വെച്ചാൽ, ആദ്യം 1/2 ഹോൾ സ്ക്വയർ എന്നാണ് വരുന്നത് അല്ലേ. 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ ആലോചിക്കേണ്ട 2ൻ്റെ സ്ക്വയർ ഈ 2ൻ്റെ സ്ക്വയർ അങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇനി അടുത്ത് എത്രയാണ്? 1/2 ഹോൾ ക്യൂബാണ് വരിക കേട്ടോ. അപ്പോൾ 1/ എത്ര വരും? 8 വരും. 2നെ 3 പ്രാവശ്യം എഴുതി ഗുണിച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 8 ആണ്. ഇനി 2നെ 4 പ്രാവശ്യം എഴുതി ഗുണിച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 16 ആണ്. 2നെ 5 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ എത്രയാണ്? 32 ആണ്. അതാണ് ഇവിടെ കണക്കാക്കുന്നത് കേട്ടോ.
രണ്ടിൻ്റെ കൃതികൾ വലുതായി വരുമ്പോൾ 1/2 കൃതികൾ ചെറുതായി വരുന്നു. ശരിയാണ് അല്ലേ? രണ്ടിൻ്റെ കൃതികൾ എന്താ ചെയ്യുന്നത്? വലുതായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കുക, രണ്ടിൻ്റെ കൃതികൾ വലുതായിട്ട് വരികയല്ലേ ചെയ്യുന്നത്? 4ആയി, 8ആയി, 16ആയി, 32ആയി. പക്ഷെ ഇവിടെ നോക്കിക്കേ എങ്ങനെയാണ് വരുന്നത്? 1/4 ആയിരുന്നു, 1/8ആയി, 1/16ആയി, 1/എത്രയായിട്ട് 32ആയിട്ട് മാറിയില്ലേ? അത് ചെറുതായിട്ട് വരികയല്ലേ ചെയ്യുന്നത്? 2 കൊണ്ട് ഓരോ ഗുണനവും 2 മടങ്ങായി വികസിക്കുന്നു. ശരിയല്ലേ? 2ൻ്റെ ഓരോ ഗുണവും എന്താ ചെയ്യുന്നത്? 2 മടങ്ങായിട്ട് വികസിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? 1/2 കൊണ്ടുള്ള ഓരോ ഗുണനവും 2-1 ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. 2-1 എന്ത് ചെയ്യുന്നു? ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. ഒന്നിനേക്കാൾ വലിയ സംഖ്യകളുടെ കൃതികൾ ക്രമമായി വലുതാവുന്നു. ഒന്നിനേക്കാൾ വലിയ സംഖ്യകൾ ഏതെടുത്താലും ഇത് ക്രമമായിട്ട് എന്ത് ചെയ്യുന്നു? വലുതാകുന്നു. ഒന്നിനേക്കാൾ ചെറുതും 0ത്തേക്കാൾ വലുതുമായ സംഖ്യകളുടെ കൃതികൾ ക്രമമായിട്ട് ചെറുതാകുന്നു. അപ്പോൾ 1/2 ഇങ്ങനത്തെ എടുത്തു കഴിഞ്ഞാൽ ഇതെന്താവുന്നു? ചെറുതാകുന്നു. 1ൻ്റെ കൃതികളെല്ലാം ഒന്ന് തന്നെ. 0ത്തിൻ്റെ കൃതികൾ 0 തന്നെ തുടരുന്നു. 0ത്തിൻ്റെ കൃതികൾ ഉണ്ടാവും? ഇല്ല. അത് ഏത് തന്നെയാണ്? 0 തന്നെയാണ് കേട്ടോ. ഇനി നമുക്കടുത്ത് താഴെ പറയുന്ന കണക്കുകൾ എന്ത് ചെയ്യാം? പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഒന്നാമത്തെ ക്വസ്റ്റിലോട്ട് പോകാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചുവടെ പറയുന്ന കൃതികൾ ഭിന്നസംഖ്യകളായിട്ട് കണക്കാക്കുക. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എത്രയാണ്? 2/3 ഓൾ സ്ക്വയർ ആണ് അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ ബൈ 3 സ്ക്വയർ എന്ന് എഴുതാം. രണ്ടുപേരുടെയും സ്ക്വയർ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? 2 × 2 ആണ്, അല്ലെങ്കിൽ 2 ഗുണിക്കണം 2 ആണ്. നെക്സ്റ്റ് അടുത്ത് എങ്ങനെ വരുന്നത്? 3 ഗുണിക്കണം 3 ആണ് അല്ലേ? 2 ഗുണിക്കണം 2 എന്ന് പറയുന്നത് എത്രയാണ്? 4. 3 ഗുണിക്കണം 3 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ് കേട്ടോ. സിമ്പിളാണ് അല്ലേ? ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്ത് നോക്കിക്കേ, 1/2 ഓൾ സ്ക്വയർ ആണ് അല്ലേ? അപ്പം ജസ്റ്റ് മക്കളെ ഒന്ന് നോക്കിക്കേ. 1/2 ആകുമ്പോൾ നമ്മൾ ആദ്യം ഇത് മിശ്ര ഭിന്നമാണല്ലേ? അല്ലെങ്കിൽ നമ്മുടെ മിശ്ര ഭിന്നം അല്ലെങ്കിൽ മിക്സ്ഡ് ഫ്രാക്ഷനാണ്. സോ ഇതിനെ നമുക്ക് എന്ത് നോക്കണം? സാധാ ഫ്രാക്ഷനിലേക്ക് മാറ്റുകയാണ് ആദ്യം വേണ്ടത് കേട്ടോ. അപ്പോൾ 2നെ ആദ്യം ബൈ ഇട്ടിട്ട് താഴെ കിടക്കുന്ന നമ്പർ എഴുതാം. 2 ആണ് അല്ലേ? അപ്പോൾ 2 എഴുതി. ഇനി 2ന് മുകളിൽ കിടക്കുന്ന നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? 2നെ 1 കൊണ്ട് ഗുണിച്ചിട്ട് മുകളിൽ കിടക്കുന്ന 1 കൊണ്ട് അങ്ങോട്ട് കൂട്ടിയാൽ മതി. 2 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. പ്ലസ് 1 എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറും? 3 ആയിട്ട് മാറും കേട്ടോ. ഇനി 3 പിന്നെ ഇതിനെന്ത് ചെയ്യുക? ഒരു ഓൾ സ്ക്വയർ കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 3 സ്ക്വയർ ബൈ 2 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? 3ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഇനി 3 × 3 എന്ന് എഴുതാം കേട്ടോ. 2 × 2 എന്ന് എഴുതാം. കുഴപ്പമില്ല, മിസ് അത് ഒന്ന് സ്കിപ്പ് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി താഴെ ചെറിയ സംഖ്യ, മുകളിൽ വലിയ സംഖ്യ ആയതുകൊണ്ട് ഇതിന് നേരെ നമുക്കൊന്ന് ഹരിച്ച് നോക്കാം കേട്ടോ. 9 എത്ര പ്രാവശ്യം ഉണ്ട്? 4. 2 പ്രാവശ്യം. ഇവിടെ 8 എന്ന് കിട്ടും. ദെൻ എത്രയാണ്? റിമൈൻഡർ അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്നത് 1 ആണ് കേട്ടോ. അപ്പോൾ ആൻസർ എങ്ങനെ വരും? 2. ആദ്യം നമുക്ക് കിട്ടിയ എന്താണ്? നമുക്ക് കിട്ടിയ ആൻസർ എഴുതി 2 ആണ്. 2 എത്രയാണോ റിമൈൻഡർ മുകളിൽ എഴുതുക. ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ എവിടെ എഴുതുക? താഴെ എഴുതി കഴിഞ്ഞാൽ ആൻസർ സെറ്റായി. അപ്പോൾ ആൻസർ എത്രയാണ്? 2 1/4 എന്ന് കിട്ടും അല്ലേ? ഇനി നെക്സ്റ്റ് അടുത്ത ഏതാ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാണ്? 2/5 ഓൾ ക്യൂബ് ആണ് കേട്ടോ. 2/5 എത്രയാണ്? ഓൾ ക്യൂബ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. 2/5 ഓൾ ക്യൂബ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യും? 2 ക്യൂബ് ബൈ 5 ക്യൂബ്. 2ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 × 2 × 2 ബൈ 5ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 × 5 × 5 ആണ് അല്ലേ? ശരിയാണോ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത് എന്ത് വരും? 2 × 2 3 പ്രാവശ്യം 2 ഗുണിച്ചാൽ എത്രയാണ്? 8 ആണ്. 8/125 എന്ന് വരും കേട്ടോ. 5ന് 3 പ്രാവശ്യം ഗുണിച്ചാൽ നമുക്ക് 125 എന്ന് കിട്ടും. അടുത്ത് നോക്കിക്കേ. 2 അടുത്തതാണ് 2 1/2 ആണ് കേട്ടോ. 2 1/2 ഓൾ ക്യൂബ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരുന്നു പറഞ്ഞേടാ? ഇങ്ങനെ ചെയ്യാം കേട്ടോ. ആദ്യം ബൈ ഇട്ടിട്ട് ഈ സംഖ്യ അടിയിൽ എഴുതാം. 2 അടിയിൽ എഴുതിയിട്ടോ മിസ്സേ. ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ. 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. 4 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് കേട്ടോ. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ 2 സംഖ്യകൾ ഗുണിക്കുക. മുകളിൽ കിടക്കുന്ന സംഖ്യ കൊണ്ട് എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി കേട്ടോ. ഇനി ഓൾ ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ എത്ര കിട്ടും? 5 ക്യൂബ് ബൈ 2 ക്യൂബ് എന്ന് വരും അല്ലേ? 5ൻ്റെ ക്യൂബ് നമുക്ക് എങ്ങനെ എഴുതാം? 5 × 5 × 5. 5നെ 3 പ്രാവശ്യം എഴുതാന്നല്ലേ അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത് എങ്ങനെയാണ്? 2 ക്യൂബ് എന്ന് വെച്ചാൽ എത്രയാണ്? 2നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുക. അപ്പോൾ ആൻസർ എത്ര കിട്ടുന്നത്? 5ന് 3 പ്രാവശ്യം എഴുതി ഗുണിക്കുമ്പോൾ നമുക്ക് 125 എന്ന് കിട്ടും. ഇനി 2നെ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 8 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും മിസ് മോളി ചെയ്ത് നേരെ തലരിച്ച് എഴുതിയാണോന്നല്ലേ? ഓക്കെ, നേരെ തലരിച്ച് എഴുതിയാണ് കേട്ടോ. അപ്പോൾ ഇനി നോക്കിയ മക്കളെ എങ്ങനെ വരും? ഇനി
125നെ മുകളിൽ വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യയാണ് അല്ലേ. അപ്പോൾ 125 നമുക്ക് എത്ര കൊണ്ട് ഹരിക്കാം? 8 കൊണ്ട് ഹരിക്കാം. 12ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 8. ഒരു പ്രാവശ്യം 8 തന്നെ വരും. ശിഷ്ടം എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ് അല്ലേ. ഇനി 4 8 പോകില്ല, 5 ഇറക്കി എഴുതുക. 45ൽ 8 എത്ര പ്രാവശ്യം ഉണ്ട്? 45ൽ 8 5 പ്രാവശ്യം അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 5 × 8 എന്ന് പറയുന്നത് 40 ആണ്. സിസ്റ്റം എന്ന് പറയുന്നത് എത്ര വന്നു? 5 വന്നു. അപ്പോൾ ആൻസർ എങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് കിട്ടിയ ആൻസർ 15 ആണ്. 15 എഴുതി. ബൈ എത്ര കൊണ്ടാണ് ഹരിച്ചത്? 8 കൊണ്ടാണ് ഹരിച്ചത്. 8 അടിയിൽ എഴുതി. റിമൈൻഡർ എന്ന് പറയുന്നത് 5 ആണ്. 5 മുകളിൽ എഴുതി. ആൻസർ സെറ്റായി. അപ്പോൾ 15 5/8 എന്ന് വരും കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ചുവടെ പറയുന്ന കൃതികൾ ദശാംശ രൂപത്തിൽ കണക്കാക്കുക. ചുവടെ പറയുന്ന കൃതികൾ എന്താ ചെയ്തേക്കുന്നത്? ദശാംശ രൂപത്തിൽ കണക്കാക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. മിസ് ഇത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇവിടെ തന്നെ അങ്ങ് ചെയ്തു പോകാം. ഓക്കെ, ഫസ്റ്റ് വൺ എത്ര കൊടുത്തേക്കുന്നത്? 0.5 സ്ക്വയർ എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണേ. 0.5 ഓൾ സ്ക്വയർ എന്നാണ് കൊടുത്തേക്കുന്നത് അല്ലേ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 0.5 × 0.5 2 പോയി കേട്ടോ. 0.5 എന്ന് എഴുതാം അല്ലേ. 0.5 × എത്രയാണ്? 0.5 എന്ന് എഴുതാം കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത എങ്ങനെയാണ് ഒന്ന് നോക്കിക്കേ. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. 5നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 0 ഒക്കെ അവിടെ നിൽക്കട്ടെ. 5നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 25 ആണ്. ശരിയല്ലേ? അപ്പോൾ മിസ് ആദ്യം 25 എഴുതിയേ. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പേരുണ്ടെന്ന് ചെക്ക് ചെയ്തേ. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാളുണ്ട്, ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാളുണ്ട് അല്ലേ. ശരിയല്ലേ? ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാളുണ്ട്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് ടോട്ടൽ 2 പേരുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ആൻസറിൻ്റെ വലത്ത് സൈഡിൽ നിന്ന്, ഇവിടെയാണ് വലത്ത് സൈഡ് എന്ന് പറയുന്നത് കേട്ടോ, വലത്ത് സൈഡിൽ നിന്ന് 2 പേരെ മാറ്റിയിട്ട് ഒരു കുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. കുത്തിട്ടിട്ട് അതിൻ്റെ മുന്നിൽ ഒരു 0 കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എത്ര ആൻസർ വന്നത്? 0.25 എന്ന ആൻസർ വന്നു കേട്ടോ. അടുത്ത നോക്കിക്കുക എത്രയാണ്? 1.5ൻ്റെ സ്ക്വയർ. അടുത്ത് എത്രയാണ് നമുക്ക് ചെയ്യേണ്ടത്? 1.5ൻ്റെ സ്ക്വയർ. അപ്പോൾ 1.5ൻ്റെ സ്ക്വയർ എത്ര എഴുതേണ്ടത്? 1.5 × 1.5. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? 15നെ 15 കൊണ്ട് ഗുണിച്ച് നോക്കുക. അപ്പോൾ 15നെ 15 കൊണ്ട് ഗുണിക്കുമ്പോൾ മിസ് ഗുണിച്ച് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. 125 എന്ന് കിട്ടും കേട്ടോ. ഇനി നോക്കിക്കേ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പേരുണ്ടെന്ന്. 125 അല്ലേ, 225. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പേരുണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ ഒരാളുണ്ട്, ഇവിടെ ഒരാളുണ്ട് അല്ലേ. അപ്പം ടോട്ടൽ എത്ര പേരുണ്ട്? 2 പേര്. അപ്പോൾ വലത്ത് സൈഡിൽ നിന്ന് 2 പേരെ മാറ്റിയിട്ട് കുത്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എത്ര ആൻസർ വരിക? 2.25 എന്ന് വരും കേട്ടോ. അടുത്ത് നോക്കിയേ 0.1 ക്യൂബാണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 0.1 × 0.1 × 0.1 അല്ലേ. 0.1 × 0.1 ഗുണിക്കണം 0.1 എന്ന് എഴുതാം കേട്ടോ. 1നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും എത്ര തന്നെയായിരിക്കും? 1 തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് മിസ് കുറച്ച് വിട്ടിട്ട് 1 എഴുതി കേട്ടോ. ഇനി ശ്രദ്ധിക്കണേ, പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പേരുണ്ട്? 1 2 3 ശരിയല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലത്ത് സൈഡിൽ നിന്ന് 3 പേര് കഴിഞ്ഞിട്ടല്ലേ കുത്തിടാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വക ഒരു 2 0 കൂടെ ചേർത്തിട്ട് ഒരു കുത്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 3 പേരായില്ലേ, പോയിന്റ് കഴിഞ്ഞിട്ട് 3 പേരായില്ലേ. അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടി? 0.001 എന്ന് കിട്ടി കേട്ടോ. അടുത്ത നോക്കിക്കേ, അടുത്ത എങ്ങനെ ചെയ്യുന്നേ? അടുത്ത 0.01 ആണ് കേട്ടോ. മിസ് ചെയ്ത് മുകളിലൊന്ന് വായിക്കാവേ. .01 ക്യൂബാണ് കേട്ടോ. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നത്? 0.01 × 0.01 × 0.01 ആണ് കേട്ടോ. ഓക്കെ, അപ്പം 1നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും എത്ര തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ മിസ് എന്ത് എഴുതി? 1നെ 1 അല്ലേ 3 പ്രാവശ്യം ഗുണിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 മിസ് അവിടെ എഴുതി കേട്ടോ. ഇനി ശ്രദ്ധിക്കണം, പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പേരുണ്ട് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. 1 2 3 4 5 6 പേരുണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വലത്ത് നിന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് എത്ര പോയിന്റ് ഇടണമെങ്കിൽ എത്ര പേരെ ആക്കണം? 6 പേരെ ആക്കണം അല്ലേ. അപ്പോൾ ഓൾറെഡി ഒരാൾ അവിടെ ഉണ്ട്, ഇനി നമ്മൾ 5 പേരെയും കൂടെ ആക്കിയാൽ മതി. അപ്പോൾ 1 2 3 4 5 0 ഇട്ട് കൊടുക്കുക. ദെൻ ഒരു 0 കൂടി ഇട്ട് കൊടുത്താൽ ആൻസർ ആയി കേട്ടോ. അപ്പോൾ ടോട്ടൽ എത്രയായി? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പേരായി? 6 പേരായി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റിനോട്ട് പോവേ. 15ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3375 ആണ്. നന്നായിട്ട് ശ്രദ്ധിച്ചോണേ, സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ. 15ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്?
ഓക്കെ, നെക്സ്റ്റ് അടുത്തതിലേക്ക് പോകാം കേട്ടോ. അടുത്ത എത്രയാണ്? 15ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത എത്രയാണ്? 15ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത്. 15ൻ്റെ ക്യൂബ് കേട്ടോ. ഓക്കെ, 15ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞേക്കുന്നത്? 15ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 3375 കേട്ടോ. എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? 3375. ശരി, അതാ 3375. ഈ നെക്സ്റ്റ് നമ്മളോട് ഒന്നാമത്തെ പറഞ്ഞേക്കുന്നത് 1.5ൻ്റെ ഓൾ ക്യൂബ് കാണുക. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? 1.5ൻ്റെ ഓൾ ക്യൂബാണ് കാണുന്നത്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1.5 ഇൻറ്റു 1.5 ഇൻറ്റു 1.5 അല്ലേ? ക്യൂബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് 3 പ്രാവശ്യം 1.5നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ, പക്ഷെ നമുക്ക് നോക്കണേ, 15ൻ്റെ ക്യൂബ് കണ്ട 3375 കിട്ടും നമുക്കറിയാലോ, ശരിയല്ലേ? ഇനി നമ്മൾ ഇതിൽ നിന്ന് ചെറിയൊരു പോയിന്റ് മാറ്റിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പേരുണ്ടെന്ന് ചെക്ക് ചെയ്യുക. 1 2 3 പേരുണ്ട് അല്ലേ? അപ്പം വലത്ത് നിന്ന് 3 പേരെ മാറ്റി കുത്തിട്ടാൽ മതി. 1 2 3 പേരെ മാറ്റി കുത്തിട്ടാൽ ആൻസറായി. അപ്പോൾ ആൻസർ എത്ര വരുന്നത്? 3.375 എന്ന് വരും കേട്ടോ. അടുത്ത എത്ര കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? 0.15 ക്യൂബാണ് കേട്ടോ. അപ്പോൾ എത്രയാണ്? 0.15 ക്യൂബാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 0.15 ഇൻറ്റു 0.15 ഇൻറ്റു 0.15. മക്കളെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സാധാരണയായിട്ട് ചോദിക്കലുണ്ട്. സിമ്പിളാണ്, പക്ഷെ നിങ്ങൾ തെറ്റിച്ച് വെച്ച് വരുന്നത് കാണാം കേട്ടോ. സോ തെറ്റിക്കാണ്ട് പഠിച്ചോണം കേട്ടോ. ആദ്യം നമുക്ക് 15ൻ്റെ ക്യൂബ് എഴുതാം. 15ൻ്റെ ക്യൂബ് എത്രയായിരുന്നു? 3375 ആയിരുന്നു അല്ലേ? ഇനി നോക്കിക്കേ, പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പേരുണ്ട് ചെക്ക് ചെയ്ത്. 1 2 2 4 6 പേരുണ്ട് അല്ലേ? പക്ഷെ ഇവിടെ 4 പേരേ ഉള്ളൂ. അപ്പം ബാക്കി പോയിന്റ് ഇടാൻ വേണ്ടി നമ്മൾ എത്ര പേരെ ചേർത്ത് കൊടുക്കണം? ഒരു 2 പേരെയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 0 അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 പേരെ ചേർത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു 0 അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ ആൻസർ സെറ്റായി. അടുത്ത ആരെയാണ് പറഞ്ഞേക്കുന്നത്? 0.015 ക്യൂബാണ് കേട്ടോ. അതും സിമ്പിളാണേ. 0.015 ക്യൂബാണ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞേ? 0.015 ഇൻറ്റു 0.015 ഇൻറ്റു 0.015 എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞേ? 3375 നമ്മുടെ 15ൻ്റെ ക്യൂബ്. ഇതവിടെ നിന്നോട്ടെ. എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കാം കേട്ടോ. ഇവിടെ 3 ഇവിടെ 3 ഇവിടെ 3. അപ്പോൾ ടോട്ടൽ എത്രയായി? 3 + 3 + 3 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണല്ലേ? നമ്മൾ കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ 9 എന്ന് വരും. അപ്പോൾ 9 പേരെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുത്തിടണം. ഇവിടെ 4 പേരേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുക? 5 0 ഇട്ട് കൊടുത്ത് 6 7 8 8 9. ശരിയല്ലേ? ഇവിടെ പോയിന്റ് ഇട്ടു, 0 ഇട്ടു. ദാ ആൻസർ അങ്ങോട്ട് സെറ്റായി. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത് ചെയ്യാനേ. അപ്പം എന്താ പറയുക, സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുമ്പോഴത്തേക്കും താങ്ക് യു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടണം കേട്ടോ. ഓക്കെ, താങ്ക് യു.